5G വന്നു കഴിഞ്ഞാൽ ഈ ടവർ തന്നെ മതിയാകുമോ, 5Gക്ക് ഇത്രയും റേഞ്ച് ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളാണ്. അതിൻ്റെ ഉത്തരം പറയുവാണെങ്കിൽ 5Gക്ക് ഈ ടവർ പറ്റത്തില്ല. മറിച്ച് ഈ ഒറ്റ ടവർ കവർ ചെയ്യുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടെ കംപ്ലീറ്റ് റേഞ്ച് കിട്ടുന്നുണ്ടെങ്കിൽ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അശ്വിൻ. അങ്ങനെ ഇന്ത്യയിൽ 5G നെറ്റ്വർക്ക് ഒഫീഷ്യലി അനൗൺസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ഡൽഹിയിൽ നടന്നിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസ് 2022 ഇത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ 4G എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്കാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അല്ലേ. ഒരു കാര്യം പറയുവാണെങ്കിൽ 4G വിപ്ലവം എന്ന് പറയുന്ന ഒരു സംഭവം ഇന്ത്യയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവന്ന ജിയോയാണ്. അതിന് മുമ്പുള്ള കാലഘട്ടം ഓർമ്മയുണ്ടോ? 1 GB 350 രൂപയൊക്കെ കൊടുക്കണമായിരുന്നു മൊബൈൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കണമായിരുന്നെങ്കിൽ. അങ്ങനെ നമ്മളന്ന് യൂട്യൂബ് എന്ന ശീലയിൽ, ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് വീഡിയോസ് കാണുന്ന ശീലയില്ല. നമ്മൾ ജസ്റ്റ് 1 GB ഒരു മാസം തള്ളി നീക്കണമായിരുന്നു അല്ലേ. അതും 350 രൂപയ്ക്കൊക്കെ കൊടുത്താൽ മാത്രമായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഇന്ത്യയിൽ നമ്മുടെ തലൈവ അംബാനി സാർ വന്നിട്ട് പിടിമക്കളെ ഫ്രീ സിം, ഫ്രീ ഇൻ്റർനെറ്റ്, അതും 4G പറക്കട്ടെ പിള്ളേരെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ആ ഒരു 2016 തുടക്കകാലത്ത് തന്നെ ഈ ഒരു സിം ആക്ടിവേറ്റ് ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് കംപ്ലീറ്റ് ഫ്രീ നെറ്റാണ്, എത്ര വേണമെങ്കിലും നെറ്റ് ഉപയോഗിക്കാം. പിന്നീട് അത് 4 GB ലിമിറ്റ് ആക്കി, ക്യാപ്പ് ചെയ്തു 4 GB. എന്നാലും നമുക്ക് പിന്നീട് സ്പീഡ് കുറച്ച് ഉപയോഗിക്കാമായിരുന്നു അല്ലേ. പിന്നീട് ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇതിന് ചാർജ് ഈടാക്കാൻ തുടങ്ങിയത്. നൽകുന്നത് 4G ഡാറ്റ, ഈടാക്കിയ ചാർജ് എന്ന് പറയുന്നത് വളരെ വളരെ കുറവല്ലേ. പണ്ട് 3G ഇൻ്റർനെറ്റ് 1 GBക്ക് 350 രൂപ മറ്റ് കമ്പനീസ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ജിയോ ഇങ്ങനെ ചാർജ് ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും മറ്റ് കമ്പനീസും മറ്റ് പ്രൊവൈഡേഴ്സും നിർബന്ധിതരായി വില കുറയ്ക്കാൻ, അല്ലെങ്കിൽ കംപ്ലീറ്റ് അല്ലാഞ്ഞിട്ട് തന്നെ കസ്റ്റമേഴ്സ് മൊത്തം പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇതുകൂടെ മാറ്റിയില്ലെങ്കിൽ ഉള്ള കസ്റ്റമേഴ്സ് എല്ലാം പോകുമെന്ന് അവർക്ക് മനസ്സിലായി. ചില കമ്പനികൾ പൂട്ടിപ്പോകുന്ന അവസ്ഥ എത്തിയപ്പോഴേക്ക് 2 കമ്പനികൾ മെർജായി. അങ്ങനെ എല്ലാ കമ്പനികൾക്കും ജിയോടൊപ്പം വില കുറയ്ക്കേണ്ട ഒരു സാഹചര്യം വന്നു. അവിടെ മുതലാണ് ഇന്ത്യയിൽ ഇന്റർനെറ്റ് വിപ്ലവം തുടങ്ങുന്നത്. ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ജിയോ ഇതുപോലത്തെ ഒരു പദ്ധതി ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടാൻ പോകുന്ന ഏത് കാലഘട്ടം നോക്കുകയാണെങ്കിൽ കൊറോണ കാലഘട്ടമാണ്. അന്നാണ് വർക്ക് ഫ്രം ഹോമിൻ്റെയും സൂം മീറ്റിങ്ങിൻ്റെയും ഓൺലൈൻ ക്ലാസ്സുകളുടെയും ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയതല്ലേ. വീട്ടിലിരുന്നു കൊണ്ടും സ്കൂൾ പഠനം നടത്താം, ഇത്രയും ലെവലിൽ ഒരാൾക്കല്ല ഇന്ത്യ ഒട്ടാകെ നടത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണല്ലേ. അപ്പോൾ വലിയൊരു വിപ്ലവം നടന്ന കൊണ്ട് മാത്രമാണ് നമുക്കത് കാര്യക്ഷമമായിട്ട് പോസിബിൾ ആയത്. ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഭാവി എന്താകുമായിരുന്നു, അവരുടെ വിദ്യാഭ്യാസം എന്താകുമായിരുന്നു, ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരുടെ കരിയർ എന്തായി മാറുമായിരുന്നു. ഇതൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്നത് പൊളിയല്ലേ. ഈ ഒരു ടെക്നോളജിയിലൊക്കെ ഏത് ലെവലാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സാമ്പത്തിക മേഖലയിൽ തന്നെയാണെങ്കിൽ ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തി നമ്മുടെ ഇന്ത്യയാണ്. 5ാം ലെവലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു കാലത്ത് ആധാർ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനുശേഷം എല്ലാ കാര്യങ്ങളും ആധാറുമായിട്ട് ലിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നില്ല. അപ്പോൾ ഇതിനെതിരെ പല തരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നായിരുന്നു. അപ്പോൾ എനിക്കിതൊന്നും അന്ന് നമുക്കിതിനെപ്പറ്റി ചിന്തിക്കാനുള്ള വിവരമൊന്നുമില്ല. ഞാനും ആലോചിച്ചിട്ടുണ്ട് എന്തിനാ എല്ലാം ലിങ്ക് ചെയ്യുന്നത്, എനിക്ക് അറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന 2 തരത്തിലുള്ള വിമർശനങ്ങൾ ഇതിനെതിരെ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന്, ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള, അന്ധമായിട്ടുള്ള എതിർ കക്ഷികളുടെ കയ്യിൽ നിന്ന്, എതിർ രാഷ്ട്രീയക്കാരുടെ കയ്യിൽ നിന്ന് ഇതെന്തിനാ എല്ലാം ലിങ്ക് ചെയ്യുന്നത്, ഇനി നമ്മുടെ അണ്ടർവെയറിൻ്റെ വള്ളി വരെ ആധാരമായിട്ട് ലിങ്ക് ചെയ്യേണ്ടി വരുമെന്നൊക്കെയുള്ള പരിഹാസങ്ങൾ ഇതിനെതിരെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ അന്ന് മനസ്സിലാകാത്തൊരു സംഭവം എനിക്ക് ഇന്ന് മനസ്സിലാകുന്നുണ്ട്. ഇന്ന് ആധാർ എല്ലാം ലിങ്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് സുഖമാണ്. ഒരു പാൻ കാർഡ് അപ്ലൈ ചെയ്യണോ, 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പാൻ കാർഡ് കിട്ടും. പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? പാൻ കാർഡിൻ്റെ ആ ഒരു ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ ആധാർ നമ്പർ അടിച്ചു കൊടുത്താൽ മതി. ഈ KYC എന്ന് പറയുന്ന ഒരു സംവിധാനം ആധാർ വഴി പിന്നീട് വന്നല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് മാത്രമല്ല നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസ് കാണാൻ പറ്റും. പണ്ട് നമ്മുടെ വണ്ടിയുടെ ബുക്കും പേപ്പറും അതും ഇതൊക്കെ കൊണ്ടു കിടക്കണമായിരുന്നു. ലൈസൻസ് ഒറിജിനൽ തന്നെ കൊണ്ടു കിടക്കണം എന്നുള്ള നിയമം വരെ നമ്മുടെ രാജ്യത്തും ഒക്കെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഫോണിൽ കാണിച്ചാൽ മതി, വണ്ടിയിൽ ഒരു ബുക്കും പേപ്പറും കൊണ്ടു കിടക്കേണ്ട കാര്യമില്ല. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ ഡിജി ലോക്കർ, പരിവാഹൻ എന്ന് പറയുന്ന 2 ആപ്ലിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വാക്ക് കൃത്യമായിട്ട് യാഥാർത്ഥ്യമാക്കിയ ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അതിനപ്പുറത്തേക്ക് ഗൂഗിൾ പേ, ഫോൺ പേ, ഇന്ന് മറ്റേ ചായക്കടയിൽ കയറി 8 രൂപയ്ക്ക് അല്ലെങ്കിൽ 10 രൂപയ്ക്ക് ചായ കുടിച്ചിട്ട് ഇതിനാണ് അയച്ചു കൊടുക്കുന്നത്. ഗൂഗിൾ പേ, ഫോൺ പേ ഉപയോഗിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഈ വീഡിയോ കാണുന്നത്? എന്ത് വലിയ റവല്യൂഷനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ചില്ലറയുടെ പ്രശ്നമില്ല, ആ ഒരു വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ഫോൺ നമ്പർ വെച്ചിട്ട് നമ്മൾ പൈസ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. നമ്മുടെ ടെക്നോളജി മേഖലയുടെ കാര്യം മാത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത്, ഈ ഒരു ഇന്റർനെറ്റ് കണക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ. പിന്നീട് ആധാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് ഗുണമുണ്ടല്ലേ. നമുക്ക് ബാങ്ക് അക്കൗണ്ട് എടുക്കണമെങ്കിൽ ഓൺലൈൻ എടുക്കാൻ സാധിക്കും. ഒരു ബാങ്ക് എംപ്ലോയിയെ പോലും കാണേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട്, ഷെയർ മാർക്കറ്റ് ഒക്കെ തുടങ്ങുന്നതിൽ തന്നെ ഈ KYC എന്ന് പറയുന്ന ഒരു സംവിധാനം വെച്ച്
പല മേഖലകളിലും വേരിഫിക്കേഷൻ പോസിബിൾ ആണല്ലേ. അല്ലാതെ നമ്മൾ മറ്റേ ലെറ്റർ അയച്ച് മെയിൽ അയച്ചിട്ടൊക്കെ വേരിഫൈ ചെയ്യേണ്ട സമയത്ത് ഇപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഓൺ ദ സ്പോട്ട് തന്നെ വേരിഫിക്കേഷൻ പോസിബിൾ ആണെന്നുള്ളത് ഞാൻ ഒരുപാട് കേസുകളിൽ പേഴ്സണലി അനുഭവിച്ചിട്ട് അറിഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അന്ന് ആധാർ ലിങ്ക് ചെയ്തതിൻ്റെ ഗുണമൊക്കെ ഇന്ന് മനസ്സിലാവുന്നുണ്ട് നമ്മൾ. അതുപോലെ തന്നെ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന ഒന്ന്, ഈ പറയുന്ന ഗൂഗിൾ പേ, ഫോൺ പേ, UPI, അതൊക്കെ ഭയങ്കര മെക്കാനിസം തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതെല്ലാം പോസിബിൾ ആകുന്നത് ഭീം UPI കൂടെയാണ്. ഇനി 5Gയുടെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. ലോകത്ത് നിങ്ങളുടെ വിരലെണ്ണാവുന്ന രാജ്യങ്ങളിലെ 5G മൊബൈൽ നെറ്റ്വർക്ക് ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുമോ? ആ രാജ്യങ്ങളിലെ തന്നെ കുറച്ച് സിറ്റീസിൽ മാത്രം പെട്ടെന്ന് കംപ്ലീറ്റ് ത്രൂ ഔട്ട് ആ രാജ്യം മൊത്തം ഈ ഒരു 5G റോൾ ഔട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. അതിന് ഒരുപാട് പരിമിതികളുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാം. എന്തായാലും വിരലെണ്ണാവുന്ന രാജ്യത്ത് മാത്രമേ 5G ഉള്ളൂ. ഒന്ന് നമ്മുടെ ഇന്ത്യയിലാണ്. ഏത് ലെവല്? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇവിടെ ഈ ഒരു ഇന്റർനെറ്റ് റെവല്യൂഷൻ കൊണ്ടുവന്ന തല അംബാനി സാർ, അദ്ദേഹം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊളിയാണ് കേട്ടോ. അദ്ദേഹം കാരണം വലിയൊരു മാറ്റമാണ് നമുക്ക് വന്നത്. എല്ലാം ഇന്ന് പെട്ടെന്ന് പോസിബിൾ ആവുന്നുണ്ട്. ഹൈ സ്പീഡ് ഇന്റർനെറ്റ് എല്ലാവർക്കും ചീപ്പായിട്ട് കിട്ടുന്നു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഏതൊക്കെ കമ്പനീസാണ് അവിടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് തുടങ്ങിയ അത് 2-3 പോയിന്റ് പറഞ്ഞാൽ മതിയില്ല. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ടത് 5Gയെ പറ്റിയിട്ടാണ്. 5Gയെ പറ്റിയിട്ട് ഭയങ്കര തെറ്റിദ്ധാരണകൾ ഉണ്ട്. 5G കോസസ് ക്യാൻസർ, അത് തന്നെയാണ് ഏറ്റവും വലിയ വിഷയം. അത് 5G അല്ല. നമ്മുടെ നാട്ടിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഒരു 2G ടവർ, അന്ന് 3G പോലും ഇല്ല. 2G ടവർ നാട്ടിൽ വരുമ്പോഴേക്കും ജനങ്ങളെല്ലാം ഒരു സമിതി ഉണ്ടാക്കിയിട്ട് ടവറിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുകയാണ്. എല്ലാവരുടെയും പോക്കറ്റിൽ ഫോണുണ്ട്, എല്ലാവർക്കും റേഞ്ചും വേണം, കവറേജും വേണം. പക്ഷേ നാട്ടിൽ ടവർ വന്നു കഴിഞ്ഞാൽ പറ്റത്തില്ല. എന്താ ടവർ വന്നാൽ പ്രശ്നം? റേഡിയേഷൻ ആണ്, ക്യാൻസർ ഉണ്ടാക്കും. ഈ റേഡിയേഷൻ എന്ന് പറയുന്ന ഒരു വാക്കിനെ എന്തോ, അതായത് റേഡിയേഷൻ ഈക്വൽ ടു ക്യാൻസർ, റേഡിയേഷൻ്റെ അർത്ഥം ക്യാൻസർ എന്നുള്ള തരത്തിൽ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രശ്നം സംഭവിക്കുന്നത്. ഇവിടെ ലൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ മുഖത്തല്ലേ, അത് റേഡിയേഷനാണ്. പുറത്തോട്ട് നിങ്ങൾ ഇറങ്ങുമ്പോഴേക്കും സൂര്യൻ്റെ വെളിച്ചം അടിക്കുമല്ലേ, അത് റേഡിയേഷനാണ്. 1 രൂപയുടെ LED ബൾബ് കത്തിച്ച് നിങ്ങൾ ഇങ്ങനെ പിടിക്കാവോ? അതിൽ നിന്ന് വരുന്നത് റേഡിയേഷനാണ്. നിങ്ങൾ റേഡിയോ ഉപയോഗിക്കുന്ന ആളാണ്, നിങ്ങൾ കാറിൽ പോകുമ്പോൾ കാറിൻ്റെ റേഡിയോ ഉപയോഗിക്കുമല്ലേ, നിങ്ങൾ അവിടെയും റേഡിയേഷനാണ്. ഏത് തരത്തിലുള്ള വേവ് എമിറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് റേഡിയേഷനാണ്. പക്ഷേ പലരുടെയും തെറ്റിദ്ധാരണ റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയേഷൻ എന്ന് അതിൻ്റെ അർത്ഥം ക്യാൻസറാണ്, ക്യാൻസർ കോസിംഗ് എന്നുള്ള സംഭവമാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നമ്മൾ പ്രധാനമായിട്ട് സംസാരിക്കേണ്ടിയിരിക്കുന്നു. 2020 ഒരു മലയാളം യൂട്യൂബ് ചാനൽ ഞാൻ കണ്ടിട്ടുള്ള വീഡിയോ ആണ്. അതൊരു ഫേക്ക് ന്യൂസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒന്നായിരുന്നു. അതായത് ആ ഫേക്ക് ന്യൂസ് ഇങ്ങനെയായിരുന്നു: നെതർലാൻഡിൽ 5G പരീക്ഷണത്തിനിടയിൽ പക്ഷികൾ കൂട്ടമായിട്ട് പെടഞ്ഞു വീണ് നിലത്ത് വീണ് മരിച്ചു എന്നുള്ളതായിരുന്നു. ആ ഒരു ഫോട്ടോസും പ്രചരിക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ 2018 ഒരു ഡച്ച് ലാൻഡിലുള്ള ഏതോ ഒരു ഡച്ച് സ്ഥലത്തുള്ള ഒരു ഫോട്ടോയാണ്. അതെന്ന് പറയുന്നത് പക്ഷികൾ എങ്ങനെ നാച്ചുറലി പോയിസൺഡ് ആയി ഏതോ ഒരു കാക കഴിച്ച് അതിൽ നിന്ന് വിഷമൊക്കെ വന്നതാകാമെന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും 2018 ഫോട്ടോ എന്ന് റോയിറ്റേഴ്സ് കൺഫേം ചെയ്തിട്ടുണ്ട്. അതിലും കൂടുതൽ ആധികാരികത നമുക്ക് വേണ്ടല്ലോ. എന്നിട്ട് അത് 2020 ഫേക്ക് ന്യൂസ് പ്രചരിക്കുകയാണ്. ഉടനെ മലയാളം യൂട്യൂബ് ചാനലുകളിലടക്കം വീഡിയോ വരികയാണ് 5G ക്യാൻസർ ഉണ്ടാക്കുമെന്ന്. ഇത് കാണുന്ന സാധാരണക്കാരുടെ അവസ്ഥ എന്താണ്? അതായത് 2Gയെക്കാളും 3Gയെക്കാളും 4Gയെക്കാളും ഒരുപാട് ശക്തി കൂടിയ ഫ്രീക്വൻസി ഉപയോഗിക്കുന്ന 5Gക്ക് ക്യാൻസർ ഉണ്ടാക്കാൻ സാധിക്കത്തില്ല എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സാധാരണക്കാർ ഇങ്ങനെ അന്താളിച്ചിരിക്കുമല്ലേ. ശരിയാണ്, 4Gയെക്കാളൊക്കെ ഒരുപാട് ശക്തി കൂടിയ തരംഗങ്ങളല്ലേ ഉപയോഗിക്കുന്നത്, അത് ക്യാൻസർ ഉണ്ടാക്കുമെന്ന് ഈ പാവം മനുഷ്യർ ചിന്തിച്ച് ഇതിനെതിരെയൊക്കെ ശബ്ദിക്കാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു ശാസ്ത്രപരമായിട്ടുള്ള അറിവില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ നമുക്ക് ഇതിനെ പറ്റിയിട്ടെല്ലാം സംസാരിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് നടന്നിട്ടുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ഒരുപാട് നമ്മളൊരു എക്സിബിഷൻ കയറുമ്പോൾ എന്താ സംഭവിക്കും? ഒരുപാട് സ്റ്റാളുകൾ ഉണ്ടാവുമല്ലേ. ചിലപ്പോൾ ആ സ്റ്റാളുകളിൽ അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ തരുമല്ലോ. ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 5G സ്റ്റാളിൽ നമ്മുടെ പ്രധാനമന്ത്രി സ്വീഡനിലുള്ള ഫിസിക്കൽ കാർ, ഒറിജിനൽ കാർ ഇവിടെ ഇരുന്ന് അദ്ദേഹം കൺട്രോൾ ചെയ്യുകയാണ്. അതായത് അവിടെ 5Gയുടെ പോസിബിലിറ്റി എങ്ങനെ വന്നു നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡാറ്റ ട്രാൻസ്ഫർ ആണ്. ലാറ്റൻസി എന്ന് പറയുന്ന സംഭവം ഒട്ടുമില്ല. അതായത് നമ്മൾ ലാറ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2 മെഷീൻസ് തമ്മിലുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യണമല്ലോ. ഇപ്പോൾ ഇവിടെ ഒരു കമ്പ്യൂട്ടർ ഇരിപ്പുണ്ട്, ഞാൻ വയർ വെച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈ കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഇവിടെ എത്താൻ വളരെ കുറച്ച് സമയം മതി നമുക്കറിയാം അല്ലേ. പക്ഷെ പല കേസുകളിലും അത്ര സമയമൊന്നും എടുക്കാൻ പാടില്ല. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മളെ ഓട്ടോമാറ്റിക് കാർ സംവിധാനങ്ങൾ, അതിൽ നിന്ന് ആ ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് ഇവിടെ പ്രോസസ്സ് ചെയ്യപ്പെടണ്ടേ പെട്ടെന്ന് തന്നെ, അല്ലാതെ പതുക്കെ ആടി പ്രോസസ്സ് ചെയ്തിട്ട് കാര്യമില്ലല്ലേ. അപ്പോഴേക്കും ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനാണ് ലാറ്റൻസി എന്ന് പറയുന്നത്. ലാറ്റൻസി മില്ലി സെക്കൻഡുകളോളം പോലും കുറയ്ക്കാനായിട്ട് ഈ ഒരു 4G നെറ്റ്വർക്ക് കൊണ്ട് സാധ്യമായെന്നുള്ളതാണ് സ്വീഡനിലുള്ള കാറ് അദ്ദേഹം ഇവിടെ ഇരുന്ന് ഓടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് പ്രമുഖ കമ്പനീസ്, നമുക്കറിയാവുന്ന പ്രൊവൈഡേഴ്സ് ഏതൊക്കെ പങ്കെടുത്തിട്ടുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ ജിയോ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജിയോ അംബാനി സാർ തലയുക, അതുപോലെ തന്നെ എയർടെല്ലിൻ്റെ മേധാവി, വോഡാഫോൺ ഇന്ത്യയുടെ മേധാവി, ഇവർ 3 പേരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇവർ അനൗൺസ് ചെയ്തിട്ടുള്ള കാര്യം എന്തെന്ന് കഴിഞ്ഞാൽ 5G ഉടൻ തന്നെ വരികയാണ്. ജിയോ 5G നെറ്റ്വർക്ക് എന്ന് വരുമെന്നാണ് അംബാനി സാർ തലവൻ അനൗൺസ് ചെയ്തിട്ടുള്ളത്. നോക്കുകയാണെങ്കിൽ ദീപാവലിക്ക് ഒക്ടോബറിൽ തന്നെ പ്രധാന 5 നഗരങ്ങൾ, അതിൻ്റെ അകത്ത് നമ്മുടെ
ചെന്നൈ ഉണ്ട്, പിന്നെ മുംബൈ, കൊൽക്കത്ത തുടങ്ങിയ നഗരങ്ങളൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. എയർടെല്ലിന്റെ കാര്യം പറയുവാണെങ്കിൽ എയർടെൽ അനൗൺസ് ചെയ്ത് കുറച്ച് മാസമായി പോയി എന്നാണ് പറയാൻ തുടങ്ങിയത്. ഇന്ന് മുതൽ ഞങ്ങൾ തുടങ്ങി, അതായത് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തല്ലേ ഉള്ളൂ, ഞങ്ങൾ ഇന്ന് തന്നെ തുടങ്ങിയെന്ന്. ജിയോക്കാലം മുമ്പ് ഞങ്ങൾ തുടങ്ങി എന്നുള്ളതാണ് പറയുന്നത്. 8 നഗരങ്ങൾ തുടങ്ങി എന്നുള്ളതാണ് എയർടെൽ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു 8 നഗരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ ഡൽഹി, വാരണാസി, മുംബൈ, ബാംഗ്ലൂർ, പിന്നെ ബാക്കി സിറ്റീസ് കൂടി. ഈ ഒരു പ്രധാന സിറ്റീസിൽ എന്തായാലും ഉണ്ടാകും. വോഡാഫോൺ ഇന്ത്യയുടെ കാര്യം പറയുവാണെങ്കിൽ അവർ എന്ന് വരുമെന്ന് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല, പക്ഷേ ഉടൻ വരുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ കമ്പനികൾ അവരുടെ 5G ടെക്നോളജിയുടെ സംവിധാനങ്ങൾ വെച്ചിട്ട് പുതിയ കാര്യങ്ങളൊക്കെ അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രധാനമന്ത്രിയെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ മൊബൈൽ ടവർ ഉണ്ട്. ആ മൊബൈൽ ടവറിന് ചുറ്റും നല്ലൊരു റേഡിയസിൽ കവറേജ് കിട്ടുമല്ലേ. നമ്മൾ ആ ഒരു മൊബൈൽ ടവറിൽ നിന്ന് ഒരുപാട് ദൂരത്തായിരിക്കും നമ്മുടെ വീട്, പക്ഷേ നമുക്ക് നല്ല റേഞ്ചും നെറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലേ. 5G വന്നു കഴിഞ്ഞാൽ ഈ ടവർ തന്നെ മതിയാകുമോ, 5Gക്ക് ഇത്രയും റേഞ്ച് ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളാണ്. അതിൻ്റെ ഉത്തരം പറയുവാണെങ്കിൽ 5Gക്ക് ഈ ടവർ പറ്റത്തില്ല. മറിച്ച് ഈ ഒറ്റ ടവർ കവർ ചെയ്യുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടെ കംപ്ലീറ്റ് റേഞ്ച് കിട്ടുന്നുണ്ടെങ്കിൽ 5Gയുടെ ടവർ ആണെങ്കിൽ ആ ഒരു ഏരിയ മൊത്തം കവർ ചെയ്യണമെങ്കിൽ ഒരു 5-6 ടവറെങ്കിലും വേണ്ടി വരും എന്നുള്ളതാണ്. 5-6 കുഞ്ഞൻ ടവറുകളായിരിക്കും വയ്ക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ എറണാകുളം സിറ്റി എടുക്കുകയാണെങ്കിൽ അവിടെ മൊത്തം കവർ ചെയ്യണമെങ്കിൽ 1000കണക്കിന് ടവറുകൾ വളരെ അടുപ്പിച്ചടുപ്പിച്ച് വളരെ ചെറിയ സ്പേസിലാണ് ടവറുകൾ വരാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് വലിയൊരു ടവർ വെച്ചിട്ട് വലിയൊരു ഏരിയയിലേക്ക് ഇത് ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തത്? ഉത്തരം വളരെ സിമ്പിളാണ്. 5G എന്നുള്ളത് മറ്റ് 2G, 3G, 4Gയെക്കാളൊക്കെ ഒരുപാട് ഉയർന്ന ഫ്രീക്വൻസിയിലാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ തരംഗങ്ങൾ എന്നുള്ളത് വെരി ഹൈ ഫ്രീക്വൻസിയിലാണ്. 30 മുതൽ 300 GHz, അതായത് 30 GHz മുതൽ 300 GHz വരെയാണ് ഇതിൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രം വരുന്നത്. നമ്മളെല്ലാവരും ഫിസിക്സിൽ പഠിച്ചിട്ടുള്ളൊരു സംഭവമുണ്ട്, ഫ്രീക്വൻസി കൂടുന്തോറും എന്താ കുറയുക? വേവ് ലെങ്ത് കുറയും. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി കൂടുമ്പോൾ ആ ഒരു വേവിൻ്റെ നീളം കുറയുകയും അതിന് കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ പറ്റാതെ ആവും അല്ലേ. അപ്പോൾ ചെറിയ വേവ്സ് ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഒരുപാട് ടവറുകൾ വേണ്ടി വരുന്നു. പക്ഷേ ഈ ടവറുകൾ കുഞ്ഞൻ ടവറാകാം, ചിലപ്പോൾ നമ്മുടെ മിന്നലടിക്കാതിരിക്കാനുള്ള ടവറുകൾ വയ്ക്കുമല്ലോ, അതിലോട് ഒരുമിപ്പിച്ചൊക്കെ വയ്ക്കാൻ സാധിക്കും. നമ്മുടെ വീട്ടിൽ പണ്ട് ദൂരദർശൻ കാലത്ത് ആൻറ്റിനാസ് ഉണ്ടായിരുന്നല്ലേ, അതുപോലെ ചെറിയ ആൻറ്റിനാസിന് 5Gക്ക് വേണ്ടി കാണാൻ പറ്റും. ഇനി നമ്മൾ നോക്കേണ്ടത് പ്രധാന കാര്യം, ഇത് വെരി ഹൈ ഫ്രീക്വൻസിയാന്ന് പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ തന്നെ അതുകൊണ്ടാണ് പലരും പേടിക്കുന്നത്. 4Gയെക്കാളൊക്കെ ഒരുപാട് ശക്തി കൂടിയ തരംഗമാണ്, ഇതൊക്കെ ഞങ്ങളുടെ തലക്കടിച്ചു കഴിഞ്ഞാൽ തലയൊക്കെ കരിഞ്ഞു പോകത്തില്ല എന്നല്ലേ. മൊബൈൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന വേവ്സിന് നമ്മളെ അപകടപ്പെടുത്താൻ പറ്റുമോ നോക്കേണ്ടത് അതിൻ്റെ അയണൈസിങ് ഫാക്ടർ കൊണ്ടാണ്. അതായത് ആ ഒരു വേവിന് ഒരു ടിഷ്യൂവിന്, ഒരു ലിവിങ് ടിഷ്യൂവിന്, നമ്മുടെ ശരീരത്തെ ആകാം, അല്ലെങ്കിൽ ചെടികളെ ആകാം, മറ്റ് മൃഗങ്ങളെയോ പൂമ്പാറ്റകളെയോ ഒക്കെ ആകാം, അല്ലെങ്കിൽ വേറെ വസ്തുക്കളെ ആകാം, അയണൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ്. എന്താണ് ഈ അയണൈസ് എന്ന് നോക്കുവാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തേക്കാണ്. നമ്മുടെ ശരീരത്ത് സെൽസ് ഉണ്ടല്ലേ, ഈ സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ആറ്റമാണുള്ളത്. ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ അതിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലേ. ആ ഒരു ഇലക്ട്രോണെ അവിടുന്ന് വിടിപ്പിക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു ആറ്റം ചാർജ് ചെയ്യപ്പെടുമല്ലോ, ആ ഒരു ചാർജ് സ്റ്റേറ്റിനെയാണ് അയണൈസ്ഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോഴാണ് അയണൈസിങ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഉപയോഗിക്കുന്ന ഒന്നിന് അയണൈസ് ചെയ്യാനുള്ള ശക്തിയൊന്നുമില്ല. ഇപ്പോൾ അൾട്രാവയലറ്റ് വേവ്സിലെ, അൾട്രാവയലറ്റ് സ്പെക്ട്രത്തിലെ ചില വേവ്സിന് നമ്മുടെ സെൽസിനെ അയണൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനേക്കാളൊക്കെ എന്തോരം പുറകിലാണ് ഇവിടെ ഉപയോഗിക്കുന്ന മില്ലിമീറ്റർ വേവ്സ് എന്നുള്ളത്. അപ്പോൾ ഇതൊരിക്കലും നിങ്ങളുടെ ശരീരത്തെയോ നിങ്ങളുടെ ശരീരത്തിലെ ടിഷ്യൂസിനെയോ അയണൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഫസ്റ്റ് ഘടകം. ഇപ്പോൾ നമ്മൾ ചിന്തിക്കും, അയണൈസ് ചെയ്യാത്ത ഏതൊരു തരം വേവ്സും അപകടം ഉണ്ടാക്കത്തില്ലേ, അങ്ങനെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നതല്ലേ. ഒരിക്കലുമല്ല. അയണൈസ് ചെയ്യാത്ത വേവ്സ് ആണെങ്കിൽ കൂടിയിട്ട് നിങ്ങളുടെ ശരീരം ചുട്ട് പൊള്ളിച്ച് അവിടെ പഴുപ്പിച്ച് അവിടെ ഇല്ലാണ്ടാക്കാൻ സാധിക്കും. പക്ഷേ അത് ഏത് രീതിയിലാണെന്ന് നോക്കുകയാണെങ്കിൽ ഹൈ പവറിൽ വെരി കോൺസെൻട്രേറ്റഡ് ആയിട്ട്, അതായത് നിങ്ങളുടെ ഒരു പോയിന്റിലേക്ക് വെരി ഹൈ പവറിൽ എമിറ്റ് ചെയ്താൽ മാത്രമാണ് അതിന് സാധിക്കുക. പലരും ഇങ്ങനെ ചിന്തിക്കുന്ന കാര്യം എന്തെന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ മൈക്രോവേവിൽ ഓവനിൽ ഉപയോഗിക്കുന്നത് സെയിം ഫ്രീക്വൻസി റേഡിയേഷൻ ഉപയോഗിക്കാറുണ്ട്, ഏകദേശം സെയിം ആണ്. അതുകൊണ്ട് തന്നെ മൈക്രോവേവിൽ ഒരു വസ്തു വെച്ച് കഴിഞ്ഞാൽ അത് വെന്ത് നല്ല ഇതായി കിട്ടുമല്ലേ. നമ്മുടെ കൈ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ വെന്ത് പോകത്തില്ലേ. അതുപോലെ തന്നെയല്ലേ ഇത്ര ഹൈ ഫ്രീക്വൻസി വേവ് ഉപയോഗിക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്നതല്ലേ. പക്ഷേ മൈക്രോവേവ് ഇതുമായിട്ട് എന്താണ് വ്യത്യാസം? ഒന്നാമത്തത്, മൈക്രോവേവിലെ വേവ് എല്ലാം തന്നെ ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റഡ് ആണ്. അത് മാത്രമാണോ സംഭവിക്കുന്നത്? അല്ല. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം വരുന്നത്. പവർ, നോൺ അയണൈസിങ് വേവ്സ് ആണെങ്കിലും ഹൈ പവറിൽ എമിറ്റ് ചെയ്താൽ മാത്രമാണ് ആ ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണം. അപ്പോഴാണ് അവിടെ ഒരു ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ടാകുന്നത്. നമ്മുടെ മൈക്രോവേവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 300 വാട്ട് മിനിമം. മൊബൈൽ ഫോണിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് എത്ര വാട്ടാണ്? 1 വാട്ട്. അപ്പോൾ ഒരിക്കലും 5G വേവ്സ്, 5G റേഡിയേഷൻ നിങ്ങളുടെ ശരീരത്തിന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കത്തില്ല എന്ന് മനസ്സിലാക്കുക. ഒരുപാട് സയന്റിഫിക് പേപ്പേഴ്സ് കിട്ടത്തില്ലേ. ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്ത് 5G കോസസ് ക്യാൻസർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരുപാട് ആർട്ടിക്കിൾ കാണാൻ പറ്റും, സയന്റിഫിക് ആർട്ടിക്കിൾ. ഇതിനെതിരെ വ്യാപകമായിട്ട് ഈ ക്യാമ്പയിൻ നടന്നിട്ടുണ്ടായിരുന്നു. 5G കോസസ് ക്യാൻസർ, ഇത് ഞങ്ങളുടെ നാട്ടിൽ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്
നെതർലാൻഡിൽ നിന്നും ന്യൂസിലാൻഡിൽ നിന്നൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ദയവായിട്ട് വിശ്വസിക്കുക, 5G എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാതെ മറ്റേ നാട്ടിൽ പൂമ്പാറ്റ മരിച്ചു വീഴും, നമുക്ക് ക്യാൻസർ വരും എന്നൊക്കെ പറഞ്ഞ് ഇതിനെതിരെയും പ്രതിഷേധിച്ച് ഈ വലിയൊരു ടെക്നോളജിയെ അത് നശിപ്പിക്കാതിരിക്കുക ദയവായിട്ട്. പല വികസന പ്രവർത്തനങ്ങളും നമ്മൾ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് തടയിടാറുണ്ട്. ചില അവസരങ്ങളിൽ നോക്കിയ സമൂഹത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, മനുഷ്യന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, സത്യമാണ്. പക്ഷേ ഇന്നേ വരെ മൊബൈൽ ടവറിൽ നിന്ന് റേഡിയേഷൻ ഏറ്റിട്ട് ആർക്കും ക്യാൻസർ വന്നിട്ടില്ല, ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും വന്നിട്ടില്ല കേട്ടോ. അത് മനസ്സിലാക്കും. ഒറ്റ കാര്യം അങ്ങനെ സംഭവിച്ചിട്ടില്ല, അങ്ങനെ സംഭവിക്കത്തില്ല. കാരണം ഇതെല്ലാം ഇമിറ്റ് ചെയ്യുന്നത് നോൺ അയണൈസിങ് റേഡിയേഷനാണ്. അതും വളരെ കുറഞ്ഞ പവറിലാണ് നമ്മൾ കേൾക്കുന്നതും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ റേഡിയേഷൻ എന്ന് പറയുന്ന വാക്കിനെ എന്തോ ഹൈ പോയിസൺ റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ക്യാൻസർ ആണ് എന്ന് പറയുന്ന ഒരു രീതിയിൽ, അതായത് നമുക്ക് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് റേഡിയേഷൻ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കുകയാണ് കണക്ട് ചെയ്ത്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണല്ലോ, നമ്മൾ ഈ ലൈറ്റ് കത്തിച്ച് വെച്ചിട്ടില്ലേ, അതിൽ നിൽക്കുന്ന റേഡിയേഷൻ സൂര്യൻ്റെ പുറത്തോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ആ സൂര്യൻ്റെ വെളിച്ചം, സാധാ ലൈറ്റ് എന്ന് പറയുന്ന റേഡിയേഷൻ. നമ്മൾ റേഡിയോ പാട്ട് കേൾക്കുവാണോ, അവിടെ റേഡിയേഷൻ. നമ്മൾ ഇന്നത്തെ കാലത്ത് ആൾക്കാരൊന്നും നോക്കാറില്ല. കാരണം 4 നേരം ഫോൺ, നമ്മൾ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാറുണ്ടല്ലോ. പണ്ടത്തെ കാലത്ത് ഫോണിൽ നിന്നുള്ള റേഡിയേഷൻ അങ്ങനെയാണ്, റേഡിയേഷന് വേണ്ടി പ്രത്യേക തരത്തിലുള്ള കവറുകൾ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് വ്യാജ പ്രചാരണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ദയവായിട്ട് നശിപ്പിക്കാതിരിക്കുക. പിന്നെ 5Gക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻ ചെയ്യുന്നവർ നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾ ഈ കോൺസ്പിറസി തിയറിയായിട്ട് ലിങ്ക്ഡ് ആണ്. അതൊക്കെ വെറുതെയാണ്. ഈ 5G എന്ന് പറയുന്നത് പോപ്പുലേഷൻ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ്. ഈ മൈക്രോവേവ് പോലെ 5G ആക്ട് ചെയ്യും, അങ്ങനെ ഈ ഒരു നമ്മൾ മനുഷ്യർക്ക് പ്രത്യുൽപാദന ശേഷി നഷ്ടപ്പെടും, എന്തൊക്കെ അടിച്ചുവിടുന്നു. ഇതൊന്നും ഒരു ശാസ്ത്രീയ അടിസ്ഥാനമില്ല, വ്യാജ പ്രചാരണങ്ങളാണ്. അതിലൊന്നും ദയവായിട്ട് വീണ് പോകാതിരിക്കുക. ഈ ഒരു സംഭവം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ചെയ്തത്. കൃത്യമായിട്ട് ഡാറ്റയെക്കുറിച്ച് വെച്ച് പറയേണ്ട കാര്യമില്ല. ഇതിന് ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, എന്തെങ്കിലും ഒരു പ്രൂഫ് ഉണ്ടോ ഇതിന്? ഇല്ല. അയണൈസിങ് അല്ല, വെരി ലോ പവറാണ്. എങ്ങനെയാണത് മനുഷ്യൻ്റെ ടിഷ്യൂസിനെ ഇമ്പാക്റ്റ് ചെയ്യുക നിങ്ങൾ പറയുന്നത്? ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഈ എലികളിലും മുയലുകളിലും മനുഷ്യൻ്റെ ബ്രെയിനിലും ഇതിനെങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന്. ഇത്രത്തോളം അത്യാധുനികമായിട്ടുള്ള ശാസ്ത്രീയ പഠനങ്ങൾ നടത്താനുള്ള കേപ്പബിലിറ്റി നമ്മുടെ മെഡിക്കൽ സയൻസിലുണ്ട്. അത്രത്തോളം ടെക്നോളജി വളർന്നിരിക്കുന്നു. വ്യാജ വാർത്തകൾ വീഴാതിരിക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്വിൻ മടപ്പള്ളി സൈനിങ് ഔട്ട്.